ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരുങ്ങി നിൽക്കുന്നത് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. അമ്മ പുറകിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്. അച്ഛനും മോനും നേരത്തെ തന്നെ കാറിൽ കയറിയിരുന്ന് ഹോണടി തുടങ്ങിയിട്ട് ഇവരാണ് ഏറ്റവും ലേറ്റ് ആയിട്ട് ഒരുങ്ങാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് വീട്ടിൽ വേറെ പണിയുണ്ടല്ലോ, പക്ഷെ വണ്ടിയിൽ കയറിയിരുന്ന് ഹോൺ അടിക്കാൻ അച്ഛനെയും മോനെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പാച്ചക്കുട്ടനാണല്ലോ. അവന്റെ ഓടിയിൽ കണ്ടിട്ട് ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തിയ എക്സ്പ്രഷനാണ്. എവിടെ പോയാലും വണ്ടി മുറ്റത്തുനിന്ന് റോഡിൽ ഇറക്കുന്നത് വരെ ഡ്രൈവിംഗ് സീറ്റിൽ പാച്ചക്കുട്ടനും കാണും. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങുകയാണ്. ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. വണ്ടിയിൽ കയറി AC-യുടെ കാറ്റടിച്ച് അപ്പം തന്നെ പാച്ചക്കുട്ടൻ കിടന്നുറങ്ങും. അങ്ങനത്തെ ഞങ്ങൾ കല്യാണ സ്ഥലം അടുക്കാറായി. ഭാഗ്യം ഇന്നെന്തോ മഴയില്ലെന്നാ തോന്നുന്നത്. കല്യാണ സ്ഥലത്ത് ഞങ്ങളെയും കാത്ത് 2 അതിഥികൾ നിൽപ്പുണ്ടായിരുന്നത് അസ്നയും സനബേബിയാണ്. അയ്യോ, ആരുടെ കല്യാണമാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ നെയ്ബറും ഏട്ടന്റെ ഫ്രണ്ടും ആയിട്ടുള്ള ഒരു ചേട്ടന്റെ കല്യാണമാണ്. അതുകൊണ്ട് ഇവരുടെ ഫ്രണ്ട്സ് ഗ്യാങ് മുഴുവൻ കല്യാണത്തിന് എത്തിയിട്ടുണ്ട്. സനബേബി സ്ഥിര എക്സ്പ്രഷൻസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അമ്മയൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഫാത്തിമ ചേച്ചിയാണ്. വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോഴത്തേക്ക് ആള് പോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്ന് കാല് കഴിച്ചപ്പോഴേക്കും കസാരയൊക്കെ കിടക്കുന്ന ഒരു ഏരിയയിലേക്ക് ഞങ്ങൾ ഇരിക്കാനായിട്ട് കയറി പോയതാണ്. കയറിയ സമയം എന്തായാലും കറക്റ്റ് ആയിരുന്നു. പുറത്ത് മഴ പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചാറി തുടങ്ങിയ മഴ ഇപ്പം നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ അല്ലേ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടൊരു മഴയും കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ആലോചിച്ചത് കല്യാണ ചെറുക്കൻ്റെ പെണ്ണിന്റെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ. അങ്ങനെ അവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തൂടെ പെടാപ്പാട് വിടുകയാണ്. അങ്ങനെ ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സനബേബിയെ നോക്കാൻ അല്ലേലും ഷെഫീഖിന് ഒരു പ്രത്യേക കഴിവാണ്. പുറത്തോടെ കറങ്ങി അടിച്ച് നടന്നുകൊണ്ട് ആദ്യത്തെ ട്രിപ്പിന് കഴിക്കാൻ കയറാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പിനാണ് കഴിക്കാൻ കയറിയത്. ഇപ്പുറത്തെ സൈഡിൽ ആസ്നയും ഫാത്തിമ ചേച്ചി എല്ലാം ഇരിപ്പുണ്ട്. അമ്മയാണ് എൻ്റെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. ആദ്യം തന്നെ കട്ട്ലേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് പോയി. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്നൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമേ. ഇത്ര നേരം ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ കൂടെ നിന്നിട്ട് കഴിക്കാൻ സമയപ്പോൾ ചേട്ടൻ അവരെ പുറത്താക്കി ഒറ്റയ്ക്ക് ഞങ്ങളുടെ കഴിക്കാൻ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് ബാക്കി കഴിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പാച്ചക്കുട്ടൻ ഇവിടെ അഭിനയം തുടങ്ങി ഒരു എല്ലും പീസും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിച്ചത് മുഴുവൻ ഏട്ടനാണെങ്കിൽ അവൻ്റെ കഴിപ്പ് കണ്ടു കഴിഞ്ഞാൽ അവനാണ് അത് കഴിച്ച് തീർത്തതെന്ന് തോന്നും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഞങ്ങൾ ഐസ്ക്രീമും കേക്കും ഒക്കെ കഴിച്ച്. ഇത് പാച്ചക്കുട്ടൻ്റെ നിതീഷ് മാമനാണ്. ഏട്ടൻ്റെ ഫ്രണ്ട് ഞങ്ങളുടെ നെയ്ബറും കൂടിയാണ്. അതുകൂടാതെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കുക്കിംഗ് വീഡിയോയിലും ടേസ്റ്റ് ചെയ്യാൻ ഇവൻ എത്തുവേ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലും കാല് കഴിച്ച് പറിച്ചുകൊണ്ടായിരിക്കും പാച്ചക്കുട്ടൻ ഇപ്പോൾ ഫുൾ എനർജിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.